കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയ രാജ്ഭവന്റേത് സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കി. സെർച്ച് കമ്മിറ്റിയിൽ തന്നെ അപാകതയുണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത് കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അമിതാധികാര പ്രയോഗം നടത്തുന്നത് വളരെയധികം അപലപനീയമായ കാര്യമാണ്. നിയമപരമായ ഉപദേശം എടുത്തിട്ടുണ്ട്, കോടതിയെ സമീപിക്കും. ഷഫീദ് റാവുത്തറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് മന്ത്രി പറയുന്നത്? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത എതിർപ്പ്, അതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം 24 ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്നുള്ള ചില വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ നമ്മൾ കണ്ടത്. ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എ സാബു പിന്മാറുന്നുവെന്ന് രാജ്ഭവനെ അറിയിച്ചിരുന്നു. എന്നാൽ സാബുവിന്റെ ആവശ്യം രാജ്ഭവൻ തള്ളിയിരിക്കുകയാണ്. സർവകലാശാലയാണ് പ്രതിനിധിയെ നൽകിയത്. പിന്മാറുന്നെങ്കിൽ സർവകലാശാല അറിയിക്കാനാണ് രാജ്ഭവൻ സാബുവിന് നൽകിയ മറുപടി. മാത്രമല്ല, ഇക്കാര്യത്തിൽ ആർ ബിന്ദു ഇപ്പോൾ വകുപ്പിന്റെ അടക്കം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. സെർച്ച് കമ്മിറ്റിയിൽ തന്നെ അപാകതയുണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇറക്കിയ രാജ്ഭവന്റേത് സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അത് ഖേദകരമാണ്. കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കി. ഇതിനു മുൻപും ഇവിടെ ഗവർണർമാരുണ്ടായിരുന്നുവെന്നും പക്ഷേ അവരൊന്നും ഇത്തരത്തിൽ പക്ഷപാതിത്വം കാണിച്ചിട്ടില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം മുതലാണ് ഇത് തുടങ്ങിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ആർ ബിന്ദു വിമർശനമായി പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു സമവായമില്ല. കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.